തന്നെ മനസ്സിലാക്കി പഠിക്കുക. The first question, the objective of a system of material control. Option A, minimizing interruption in production process. Option B, optimization of material cost. Option C, reduction in wastages. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് സിസ്റ്റം ഓഫ് മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഓൾ ഓഫ് ദി അബോവ് ആണ് ആൻസർ. കാരണം ഫസ്റ്റ് മിനിമൈസിങ് ദ ഇൻട്രപ്ഷൻ ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്സ്, ഒപ്റ്റിമൈസേഷൻ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ്, റിഡക്ഷൻ ഇൻ വേസ്റ്റേജസ്. അപ്പോൾ ഇത് ഓൾ ഓഫ് ദി അബോവ് ആണ് മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇപ്പോൾ ഇതെല്ലാം മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ ഡീറ്റെയിൽഡ് ലിസ്റ്റ് സ്പെസിഫൈയിങ് ദ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റീസ് ആൻഡ് qualities of material and components required for producing a product or carrying out of any job. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ദ ഡീറ്റെയിൽഡ് ലിസ്റ്റ് സ്പെസിഫൈയിങ് ദ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റീസ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് കമ്പോണൻസ് റിക്വയർഡ് ഫോർ പ്രൊഡ്യൂസിങ് എ പ്രൊഡക്റ്റ്. അപ്പോൾ ഓപ്ഷൻ എ ബിൽ ഓഫ് മെറ്റീരിയൽ, ഓപ്ഷൻ ബി മെറ്റീരിയൽ റിക്വസിഷൻ, ഓപ്ഷൻ സി മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. അപ്പോൾ ഇതിനകത്ത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ബിൽ ഓഫ് മെറ്റീരിയലാണ് ആൻസർ. അപ്പോൾ ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഒരു ഡീറ്റെയിൽസ്, ഒരു പ്രൊഡക്റ്റിൻ്റെ എന്തൊക്കെ ക്വാണ്ടിറ്റീസ് വേണമെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ബിൽ ഓഫ് മെറ്റീരിയലിൽ ഉണ്ടാകുന്നത്. ദ ഡീറ്റെയിൽ ലിസ്റ്റ് സ്പെസിഫൈയിങ് ദ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റീസ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് മെറ്റീരിയൽ ആൻഡ് കോമ്പണൻറ്റ്സ് റിക്വയർഡ് ഫോർ പ്രൊഡ്യൂസിങ് എ പ്രൊഡക്റ്റ്. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, ദ ബിൽ ഓഫ് മെറ്റീരിയൽ ഓൾസോ നോണസ്. ബിൽ ഓഫ് മെറ്റീരിയലിന് വേറൊരു പേരും കൂടി ഉണ്ട്, അത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ ലിസ്റ്റ്, ഓപ്ഷൻ ബി മെറ്റീരിയൽ ലിസ്റ്റ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി എയ്തർ എ നോർ ബി. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ബിൽ ഓഫ് മെറ്റീരിയലിൻ്റെ വേറൊരു പേര്. അപ്പോൾ ഇതിനകത്ത് മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ ലിസ്റ്റ് എന്നും മെറ്റീരിയൽ ലിസ്റ്റ് എന്നും അറിയപ്പെടും. അപ്പോൾ ഇതിനകത്ത് എയ്തർ എ ഓർ നോർ ബി. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ആകാം. ഈ ഓപ്ഷൻ സിയും ബോത്ത് എ ആൻഡ് ബിയും, അതും ഓപ്ഷനിൽ ഒരു മിസ്റ്റേക്ക് വന്നാണ് നോക്കണ്ട. കാരണം ബിൽ ഓഫ് മെറ്റീരിയലിന് ഇതിന് ഏതെങ്കിലും രണ്ട് രീതിയിലും പറയാം. മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ ലിസ്റ്റ് എന്നും മെറ്റീരിയൽ ലിസ്റ്റ് എന്നും പറയാം. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ MIS സ്റ്റാൻഡ്സ് ഫോർ. ഓപ്ഷൻ എ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ഓപ്ഷൻ ബി മാനേജർ ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം, ഓപ്ഷൻ സി മന്ത്ലി ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ഓപ്ഷൻ ഡി മാനേജ്മെൻറ്റ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ ഇതിൻ്റെ ആൻസർ MISൻ്റെ ഫുൾ ഫോം ദ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഓപ്ഷൻ എ ആണ് ആൻസർ, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അടുത്തത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ ബിൽ ഓഫ് മെറ്റീരിയൽ ഈസ് പ്രിപ്പയർഡ് ബൈ. ഓപ്ഷൻ എ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഓപ്ഷൻ ബി പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഓപ്ഷൻ സി എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഓപ്ഷൻ ഡി ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഒരു പ്രൊഡക്ഷന് വേണ്ടി വരുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെ എന്തൊക്കെ ഡീറ്റെയിൽസ് വേണമെന്നുള്ളതാണ് ബിൽ ഓഫ് മെറ്റീരിയൽ പറയുന്നത്. അപ്പോൾ അത് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഏത് ഡിപ്പാർട്ട്മെൻ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വേറൊരു പേര് കൂടെയുണ്ട്, പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ബിൽ ഓഫ് മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്തത് സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റ് പ്രൊസീജിയർ. അപ്പോൾ ഇതിനകത്ത് പ്രൊസീജിയർ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ആ ഫ്ലോ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്നത് 1 പർച്ചേസ് ഓർഡർ, 2 റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ, 3 ബിൽ ഓഫ് മെറ്റീരിയൽ, 4 മെറ്റീരിയൽ റിക്വസിഷൻ, 5 ഗുഡ്സ് റിസീവ്ഡ് നോട്ട്. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആ പ്രൊക്യൂർമെൻറ്റ് പ്രൊസീജിയർ എങ്ങനെയാണ്, ഫസ്റ്റ് ചെയ്ത് തുടങ്ങി 5th വരെ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ ഏതാണ് തന്നിരിക്കുന്നത് 1 2 3 4 5 ഈ ഓർഡറിൽ തന്നെയാണ്. ഫസ്റ്റ് പർച്ചേസ് ഓർഡർ, സെക്കൻഡ് റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ, തേർഡ് ബിൽ ഓഫ് മെറ്റീരിയൽ, ഫോർത്ത് മെറ്റീരിയൽ റിക്വസിഷൻ, 5th ഗുഡ്സ് റിസീവ്ഡ് നോട്ട്. പിന്നെ ബി തന്നിരിക്കുന്നത് 4 3 2 1 5 4 3 2 1 5. അടുത്തത് സി 3 4 2 1 5, ഫസ്റ്റ് 3 4 2 1 5. പിന്നെ ഡി തന്നിരിക്കുന്നത് 2 4 3 1 5, ഫസ്റ്റ് വന്നിരിക്കുന്നത് റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ ഫസ്റ്റ് തന്നിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ, 3 4 2 1 5. അപ്പോൾ ഫസ്റ്റ് ബിൽ ഓഫ് മെറ്റീരിയൽ ആണ്. ബിൽ ഓഫ് മെറ്റീരിയൽ കഴിഞ്ഞ് വരുന്നത് മെറ്റീരിയൽ റിക്വസിഷൻ ആണ്. മെറ്റീരിയൽ റിക്വസിഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ ആണ് നെക്സ്റ്റ്. അത് കഴിഞ്ഞാണ് പർച്ചേസ് ഓർഡർ കൊടുക്കുന്നത്. ലാസ്റ്റ് ഗുഡ്സ് കിട്ടുമ്പോൾ ഗുഡ്സ് റിസീവ്ഡ് നോട്ട് ലാസ്റ്റ് ഇഷ്യൂ ചെയ്യും. അടുത്തത് 7th ക്വസ്റ്റ്യൻ, ദ ഡീമർജ് ചാർജ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ കോസ്റ്റ് ഓഫ് പർച്ചേസ്. ഓപ്ഷൻ എ ട്രൂ, ഓപ്ഷൻ ബി ഫോൾസ്. ഡീമർജ് ചാർജ് ഈസ് ഇൻക്ലൂഡ് ഇൻ ദ കോസ്റ്റ് ഓഫ് പർച്ചേസ്. ഈ ഡീമർജ് ചാർജ് എന്ന് വെച്ചാൽ ഒരു ട്രാൻസ്പോർട്ടർ ചാർജ് ചെയ്യുന്നതാണ്. കാരണം ഇപ്പോൾ ഒരു ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ ലോഡ് ഇറക്കാനോ താമസം വന്നിട്ടുണ്ടെങ്കിൽ അതിന് ട്രാൻസ്പോർട്ടർ ചാർജ് ചെയ്യുന്നതാണ് ഡീമർജ് ചാർജ്. അപ്പോൾ ഇതൊരു അബ്നോർമൽ കോസ്റ്റ് ആണ്. അപ്പോൾ ഇത് കോസ്റ്റ് ഓഫ് പർച്ചേസിൻ്റെ ഒപ്പം ആഡ് ചെയ്യില്ല, അത് സെപ്പറേറ്റ് P&L ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഫോൾസ് ആണ് ആൻസർ.
അപ്പോൾ ഇത് ഡീമറി ചാർജ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ കോസ്റ്റ് ഓഫ് പർച്ചേസ് ആണ്. കാരണം അത് ട്രാൻസ്പോർട്ടർ ഒരു പെനാൽറ്റി ആയിട്ട് ചാർജ് ചെയ്യുന്നതാണ്. പെനാൽറ്റി ഒരിക്കലും കോസ്റ്റ് ഓഫ് പർച്ചേസിൻ്റെ ഒപ്പം ആഡ് ചെയ്യില്ല. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ, ദ ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് റെഡ്യൂസ്ഡ് ഫ്രം ദ പർച്ചേസ് പ്രൈസ്. പർച്ചേസ് പ്രൈസിൽ നിന്ന് ക്യാഷ് ഡിസ്കൗണ്ട് റെഡ്യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് ആൻസർ ഓപ്ഷൻ എ ട്രൂ, ഓപ്ഷൻ ബി ഫോൾസ്. അപ്പോൾ ഈ കേസ് അറിയാം, ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് റെഡ്യൂസ്ഡ് ഫ്രം ദ പർച്ചേസ് പ്രൈസ്. അപ്പോൾ ഇത് ഫോൾസ് ആണ്. കാരണം ട്രേഡ് ഡിസ്കൗണ്ട് ആണ് പർച്ചേസ് പ്രൈസിൽ നിന്ന് കുറക്കുന്നത്. കാരണം ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടുന്നത് എപ്പോഴും പേയ്മെൻറ്റ് നടത്താൻ നേരത്താണ്. നോർമലി ഒരു ബിസിനസ് എടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും സഡൻ പേയ്മെൻറ്റ് ആയിരിക്കില്ല. എപ്പോഴും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് പേയ്മെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ 15 ഡേയ്സ് കഴിഞ്ഞ് പേയ്മെൻറ്റ് ചെയ്യും. അങ്ങനെ ഒരു ക്രെഡിറ്റ് പീരീഡ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ എന്നാണോ പേയ്മെൻറ്റ് നടത്തുന്നത് അന്നായിരിക്കും ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടുന്നത്. അപ്പോൾ അത് നോർമലി P&L-ലേക്കായിരിക്കും അക്കൗണ്ട് ചെയ്യുന്നത്. അതൊരിക്കലും പർച്ചേസ് പ്രൈസിൻ്റെ ഒപ്പം കുറയ്ക്കില്ല. ക്യാഷ് ഡിസ്കൗണ്ട് പർച്ചേസ് പ്രൈസിൽ നിന്ന് കുറയ്ക്കില്ല. ട്രേഡ് ഡിസ്കൗണ്ട് ആണ് പർച്ചേസ് പ്രൈസിൽ നിന്ന് കുറക്കുന്നത്. കാരണം ട്രേഡ് ഡിസ്കൗണ്ട് നമ്മളൊരു കടയിൽ ചെന്ന് ആ വാങ്ങുന്ന സമയത്ത് കിട്ടുന്ന ഡിസ്കൗണ്ടാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് എന്നാണോ പേയ്മെൻറ്റ് നടത്തുന്നത് അന്നാണ് ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് പർച്ചേസ് പ്രൈസിൻ്റെ ഒപ്പം റെഡ്യൂസ് ചെയ്യില്ല. അടുത്തത് 9th ക്വസ്റ്റ്യൻ, ദ ഡാഷ് ഈസ് മെയിൻറ്റെയിൻ ടു റെക്കോർഡ് ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ റിസീവ്ഡ്, ഇഷ്യൂഡ് ആൻഡ് ദോസ് ഇൻ സ്റ്റോക്ക്. അപ്പോൾ ഏത് ഇതാണ് യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ബിൻ കാർഡ്, ഓപ്ഷൻ ബി സ്റ്റോക്ക് കൺട്രോൾ കാർഡ്, ഓപ്ഷൻ സി സ്റ്റോർ ലെഡ്ജർ, ഓപ്ഷൻ ഡി പർച്ചേസ് രജിസ്റ്റർ. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഒരു സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റി, പിന്നെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ റിസീവ്ഡ്, ഇഷ്യൂഡ് ആൻഡ് സ്റ്റോക്ക്. എന്ന് വെച്ചാൽ ഒരു സ്റ്റോക്കിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഏതിനകത്താണ് റെക്കോർഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ബിൻ കാർഡ്, ഓപ്ഷൻ ബി സ്റ്റോക്ക് കൺട്രോൾ കാർഡ്, ഓപ്ഷൻ സി സ്റ്റോർ ലെഡ്ജർ, ഓപ്ഷൻ ഡി പർച്ചേസ് രജിസ്റ്റർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 9C ആണ്. സ്റ്റോർ ലെഡ്ജറിലാണ് ഈ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സൂപ്പർ 10 MCQ സീരീസിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ദ ബഫർ സ്റ്റോക്ക് ഈസ് ഫോർ ഓപ്ഷൻ എ ടു മീറ്റ് സഡൻ ഡിമാൻഡ്, ഓപ്ഷൻ ബി കെപ്റ്റ് ഫോർ എമർജൻസി റിക്വയർമെൻറ്റ്, ഓപ്ഷൻ സി അറ്റ്ലീസ്റ്റ് ഹൗ മച്ച് ടു സ്റ്റോക്ക്, പിന്നെ ഓപ്ഷൻ ഡി സ്റ്റോക്ക് നോർമലി കെപ്റ്റ്. അപ്പോൾ ഈ ബഫർ സ്റ്റോക്ക് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇതിൻ്റെ PDF വേണമെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിൽ ഞാൻ ഇതിൻ്റെ PDF അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ. 10th ക്വസ്റ്റ്യൻ, ദ ബഫർ സ്റ്റോക്ക്. ദ ബഫർ സ്റ്റോക്കിൻ്റെ ടു മീറ്റ് സഡൻ ഡിമാൻഡാണ് ബഫർ സ്റ്റോക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഹാവ് എ നൈസ് ഡേ. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.